ഹലോ, സോ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? ആകെ ടയർഡാണ്. രാവിലെ തന്നെ വാദി ഷീസ് കാണാൻ പോയിട്ട് കുറേ വണ്ടിയൊക്കെ ഓടിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ രാത്രി ഒരു ബിരിയാണി പരിപാടി വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ മോളാണ് ബിരിയാണി കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ബിരിയാണിയുടെ കുറച്ച് പരിപാടികൾ കാണിക്കാം. പിന്നെ എല്ലാവരും വീക്കെൻഡ് അടിച്ചു പൊളിക്കാമെന്ന് തോന്നുന്നു അല്ലേ? നമ്മളുടെ ചില കലാപരിപാടികളൊക്കെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ചെറിയൊരു ഹോം മെയ്ഡ് ബിരിയാണി, വലിയ സംഭവമൊന്നുമല്ല, നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് നമുക്ക് വേണ്ടി കഴിക്കുന്നത്. നമ്മൾ കുക്കിംഗ് ഷോ അങ്ങനെയുള്ള പരിപാടി ആയിട്ടൊന്നുമല്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണിക്കണം തോന്നി, നിങ്ങൾ കുറേ ഫുഡ് ലവേഴ്സൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. സോ നമുക്ക് ബിരിയാണിയിലേക്ക് കിടക്കാം. അപ്പോൾ പാറുവാണെന്ന് കുക്കിങ്ങിൻ്റെ മെയിൻ താരം. ഞാൻ ചിക്കൻ ഉണ്ടാക്കി കൊടുക്കുന്നു, പാറു പിന്നെ ബിരിയാണി ഫിനിഷിംഗ് എല്ലാം ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ താമസിപ്പിക്കാതെ ബിരിയാണിയിലേക്ക് കിടക്കാം. നമ്മളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മസാലയൊന്നുമില്ല. കാശ്മീരി മുളക്, കാശ്മീരി ചില്ലി, പിന്നെ ഉപ്പ്, പിന്നെ ഇത്തിരി മഞ്ഞൾ, ഇതെല്ലാം വെച്ച് പുരട്ടി ഒരു ഹാഫ് ആൻ അവർ, ഒരു 45 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. കൂലിയാർ കിടന്ന് പൊരിയാണ്, പടപടക്കിയാണ്. കളർഫുൾ അല്ലേ? അങ്ങനെയുണ്ട് സംഭവം, കളറായിട്ടില്ലേ? ആഹാ, പൊട്ടിത്തെറിക്കുന്നുണ്ട്, മാറ്റി നിർത്തിട്ട്, അല്ലെങ്കിൽ നമ്മളുള്ള ഗ്ലാമർ പോയി കിട്ടും. അപ്പോൾ നമ്മൾ വറുത്ത ചിക്കൻ അല്ലെങ്കിൽ പൊരിച്ച ചിക്കൻ ഇതാ ഘട്ടം ഘട്ടമായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കളർ കണ്ടില്ലേ? ആഹാ, അടിപൊളി. ടച്ചിങ്സിന് പറ്റിയ സാധനമാണ്. പക്ഷേ നമ്മളിന്നൊരു ബിരിയാണി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ ഇങ്ങനെ ഒരു സെമി ഫ്രൈ ആക്കി എടുത്തത്. സെമി അല്ല, ഒരു 90% ഫ്രൈ ഉണ്ട്. ഇനിയൊരു 10% കൂടി കുക്ക് ചെയ്താൽ മതി. ഉള്ളി വഴറ്റി നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്, തക്കാളി, കറിവേപ്പില, പിന്നെ നമ്മൾ ബിരിയാണിയുടെ മസാല ഇടാൻ പോവാണ്. ഇത് 1 സ്പൂണ്, 2 സ്പൂണ്, 3 സ്പൂണ്, 4 സ്പൂണ്. പിന്നെ മസാല ശരിക്കൊന്ന് ഇളക്കി അതിൽ പിടിക്കണം. ആദ്യം മസാല ഒന്ന് എന്താ പറയുക, അടി വറുത്തെടുക്കണം നമ്മൾ ചുറ്റിട്ടിട്ട്. അപ്പോഴാണ് ആ മസാല ശരിക്കും കൊണ്ട് കയറി പിടിക്കുള്ളൂ. അത് തന്നെ ഇളക്കി 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 ഇങ്ങനെ ഇട്ട് ഇളക്കുക. അതെന്നാ പരിപാടി, എന്തൊട്ട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ബിരിയാണി ചോറിൻ്റെ പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റൈസ് ഇട്ട് വെള്ളമൊഴിച്ചു, നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നു, ഏലക്കായെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് വേവിക്കാം അരി. ഓക്കേ, അപ്പോൾ നമ്മൾ ബിരിയാണി ദമ്മടിക്കാൻ പോകണ്ട.
കുറച്ച് റൈസ് കുറച്ച് കുഴഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇതൊരു സിമ്പിൾ ബിരിയാണി കേട്ടോ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണിയാണ്. കുറച്ച് ഗീ ഒഴിച്ചു, ഗീ അല്ലെങ്കിൽ ബട്ടർ എന്തുകൊണ്ട് വയ്ക്കാം നമുക്ക്. നമ്മൾ വലിയ ബാസ്മതി റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അധികം ഡെക്കറേഷനൊന്നുമില്ല, ജസ്റ്റ് ഫോർ ഹറർ. കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും വറുത്തെടുത്ത്, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. കളർഫുള്ളായില്ലേ ഇപ്പോൾ? ഇനി നമ്മൾ ചിക്കൻ ആഡ് ചെയ്യും. ചിക്കൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. ചിക്കൻ ഞാനാണ് കുക്ക് ചെയ്തതെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ചിക്കൻ പൊരിച്ചെടുത്ത് വറുത്തെടുത്ത് അതിൽ മസാല പുരട്ടി നല്ല കുക്ക് ചെയ്തെടുത്ത് ഈ പരുവത്തിലാക്കിയ ഞാനാണ്. യെസ്, ദിസ് ഈസ് മീ. വീണ്ടും കുറച്ച് റൈസ് ഇട്ട്, റൈസ് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാനുണ്ടെന്ന് തോന്നുന്നു. എനിവേ, നമ്മൾ വീട്ടിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ധാരാളം. വീണ്ടും മല്ലിയിലയും പുതിനയിലയും എല്ലാം വാരി വിതറുകയാണ്. പാറു ലാവിഷായിട്ടാണ് ചെയ്യുന്നത് എല്ലാം. പാറുവിൻ്റെ ആദ്യത്തെ അല്ല, രണ്ടാമത്തെ ബിരിയാണിയാണെന്ന് തോന്നുന്നു. വീണ്ടും നെയ്യൊഴിച്ചു. നല്ല കളർഫുള്ളാണ് കാണാൻ നല്ല കളർഫുള്ളുണ്ട്. ചിക്കൻ വീണ്ടും തട്ടുന്നു. നമ്മുടെ ചിക്കൻ മൊത്തം തട്ടി. കണ്ട ചിക്കൻ അടിപൊളിയല്ലേ, നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ആവശ്യം കൂടുതൽ നല്ലൊരു കിടക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ബാക്കിയുള്ള റൈസ് കൂടി ഇടുകയാണ്. ഇതായിട്ട് നല്ല ആവി ഇങ്ങനെ പാറുന്നുണ്ട്. നല്ല ചൂടാണ് റൈസ്. ഇതെന്ത് ബിരിയാണി എന്ന് വിളിക്കണ്ടേ പാറു?
പാറൂസ് മലബാറി ബിരിയാണി. ആ, ഇത് പാറൂസിൻ്റെ മലബാറി ബിരിയാണി. വീണ്ടും കുറേ അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം വാരി വിതറി കളർഫുള്ളാക്കി. ഇനി അല്പം പുതിനയിലയും കൂടി എല്ലാം വാരി വിതറി കഴിഞ്ഞാൽ സംഭവം കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് അങ്ങനെ 3 ലെയറാക്കിയിട്ട് ഇട്ടിരിക്കുന്നത്. അയ്യോ അയ്യോ, പുതിനയിലയും മല്ലിയിലയും വീണ്ടും വിതറി. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ബിരിയാണി ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതാ ബാക്കി വിതറി. ഇനിയിപ്പോൾ നമ്മളതിനെ ദമ്മ് ചെയ്താലോ വേണ്ടയോ എന്നാ അറിയില്ല. എന്താണ്, ദമ്മടിക്കുമോ? ദമ്മടിക്കും. നോക്കാം എങ്ങനെ ദമ്മടിക്കുന്നത്. അടിയിൽ നിന്ന് ദമ്മടിച്ചാൽ പക്ഷേ ഇതായി പോകും കേട്ടോ, അടി പിടിക്കും. മുകളിലെങ്ങനെ ദമ്മടിക്കുക എന്ന് നോക്കണം. അതിനെന്തേലും ഒരു ഇത് കണ്ടുപിടിക്കണം. നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ദം ടെക്നിക്ക്. നല്ല വാട്ടർ ഒരു വെസലിൽ വെള്ളം ബോയിൽ ചെയ്തിട്ട് നമ്മൾ ബിരിയാണി ചെമ്പിൻ്റെ മുകളിലാണ്ട് വെച്ചു. അപ്പോൾ എന്നിട്ടൊരു ലൈറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് കത്തിച്ചു കൊടുത്തു. അപ്പോൾ നമ്മളെ ബിരിയാണി റെഡി അല്ലേ? അടിപൊളിയായിട്ടുണ്ട്, നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യണം ഇനി. അപ്പോൾ നമ്മളെ ബിരിയാണി പരിപാടിയെല്ലാം കഴിഞ്ഞു. ദമ്മൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട് ബിരിയാണീനെ. ഉപ്പ് കൂടിയോ കുറവെന്ന് പറഞ്ഞുകൂടാ, എല്ലാം ടേസ്റ്റ് നോക്കിയിട്ട് ചെയ്ത് നോക്കിയിട്ട് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് കഴിക്കണം, നമ്മുടെ രാത്രിയിലത്തെ ഫുഡാണ്. അപ്പോൾ നമുക്ക് ബിരിയാണി എങ്ങനെയായി നോക്കാം. ദമ്മൊക്കെ അടിച്ച് ഒരു പ്രത്യേക രീതിയിലൊക്കെയാണ് നമ്മൾ ദമ്മൊക്കെ അടിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഹോട്ടലിലൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ദം അടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളതായിട്ടുള്ള രീതിയിൽ ചെറിയ ദമ്മൊക്കെ അടിച്ച് കുട്ടപ്പനാക്കിയിട്ട് സാധനത്തിന്. എന്തായാലും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നല്ല സ്മെല്ലുണ്ട്, നല്ല നെയ്യിൻ്റെ സ്മെല്ലുണ്ട്. പിന്നെന്താ, നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ട്. പാറോടെ ബിരിയാണി ഇങ്ങനെ സെറ്റ് ചെയ്തിങ്ങനെ പ്ലേറ്റിൽ ഡ്രസ്സിങ് വെച്ച് ചെയ്തിങ്ങനെ കൊണ്ടുവരികയാണ്. നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ അടിപൊളിയാക്കിയിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. മോശം വഴിയില്ല. ഇത് 2ാമത്തെ തവണയാണ് പാറുണ്ടാക്കുന്നത്. ആദ്യം ഉണ്ടാക്കിയതും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ഞാൻ കഴിച്ചിരുന്നു. ഇത്തവണ ചിക്കൻ ചെയ്തതും ഞാനാണ്, അതുകൊണ്ട് പിന്നെ പൊളിയായിരിക്കും. ഡോണ്ട് വറി, ഉറപ്പാണ് പൊളിക്കും നമ്മൾ. അപ്പോൾ ഗൈസ്, ഞാൻ ബിരിയാണിയുടെ ഒരു ഡ്രസ്സൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നൊരു ഗാർണിഷൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ ഒരു ക്ലിപ്പ് കാണിക്കാം. അതാണ് നമ്മൾ ബിരിയാണി തരിക്കുന്നത്. അടിപൊളി ബിരിയാണി, ഹോം മെയ്ഡ് ബിരിയാണി മെയ്ഡ് ബൈ പാറു. നല്ല സ്മെല്ലുണ്ട്. ഇനി കഴിച്ചു നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. കണ്ടിട്ട് അടിപൊളിയാണ്. റൈസൊക്കെ കറക്റ്റ് വേവാണ്. നല്ല സ്മെല്ലുണ്ട്, അതുകൊണ്ട് കഴിക്കാൻ പുതിയതായിട്ട് വയ്യ. അപ്പോൾ കൂടുതൽ വീഡിയോ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ കഴിക്കാൻ പോവാണ്. കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം. അതായത് കണ്ടിട്ട് നല്ല സെറ്റപ്പാണ് അല്ലേ? കൊള്ളാം. അപ്പോൾ ഗൈസ്, ഇതാ ഞാൻ കഴിക്കാൻ പോകുന്നു. ഓക്കെ. അപ്പോൾ ബിരിയാണി കഴിച്ച് ആവശ്യമായിട്ടിരിക്കുകയാണ്. അടിപൊളി ബിരിയാണിയായിരുന്നു, ഒന്നും പറയാനില്ല. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇതൊക്കെ പാകത്തിന് വന്നു. അരി ചോറ് ഓക്കെയാണ്. നമ്മൾ അത്യാവശ്യം വന്നിട്ടുണ്ട്. ഒരു ബിരിയാണിയുടെ ഭാഗത്തിന് വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഓക്കെ. നമ്മൾ വീട്ടിലേക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ. നമ്മൾ പ്രൊഫഷണൽ കുക്കേഴ്സ് ഒന്നുമല്ല, ഷെഫ് ഒന്നുമല്ലല്ലോ.
അത്രയൊക്കെ പറ്റുള്ളൂ. കൈപ്പുണ്യം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതിന് നമ്മൾ പാരമ്പര്യമായിട്ടുള്ളതുകൊണ്ട് പിന്നെ ഒന്നും പഠിക്കാനില്ല. പിന്നെ നമ്മൾ എന്ത് കിട്ടിയാലും കഴിക്കും, അതുകൊണ്ട് നോ പ്രോബ്ലം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഒന്നും മടി കാണിക്കണ്ട. എന്തിനും മടി കാണിക്കുന്നു? വെറുതെ ലൈക്കൊക്കെ ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് പറയുക, നമ്മളെ ചാനലൊക്കെ ഒന്ന് കണ്ട് നമ്മളൊക്കെ ഒന്ന് ഒരു താരമാക്കി മാറ്റാം, ഒരു യൂട്യൂബ് താരമാക്കി മാറ്റാം. നമുക്ക് ഇത്രയൊക്കെയല്ലേ പറ്റുള്ളൂ, പാവപ്പെട്ടവരല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത നമ്മളൊരു മറ്റേ വാദി ഷീസിൽ പോയ വീഡിയോ നമ്മളിടുന്നതായിരിക്കും. അതെങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. അപ്പോൾ തൽക്കാലം ഞാൻ വിട പറയുന്നു. ഗുഡ് നൈറ്റ് ആൻഡ് ഹാപ്പി വീക്കെൻഡ് എല്ലാവർക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. Like, share and subscribe.